കരൂർ ദുരന്തത്തിൽ മദ്രാസ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കും. കരൂർ പോലീസിൽ നിന്ന് അന്വേഷണ രേഖകൾ കൈപ്പറ്റാൻ നോർത്ത് ഐ കരൂരിലെത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ TVK ജനറൽ സെക്രട്ടറി N. ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി CT നിർമ്മൽകുമാർ എന്നിവരെ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം മോർണിംഗ് ഷോയിൽ. റഹീസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ TVK നേതാക്കന്മാരെ ഒന്നും കോടതി മുഖവിലേക്ക് എടുത്തില്ല, മാത്രമല്ല കഠിനമായി ശാസിക്കുകയും ചെയ്തു. ഇതെന്തൊരു നേതാവ്, എന്തൊരു പാർട്ടി എന്ന് അത്ഭുതത്തോടെ ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിലെ ജഡ്ജി ചോദിക്കുന്നുണ്ടായിരുന്നു. വിവരങ്ങൾ. രൂക്ഷ വിമർശനമാണ് TVK നേരിട്ടത്. അതിന് പിന്നാലെ നിയോഗിച്ച കമ്മീഷന്റെ അന്വേഷണമാണ് ഇന്ന്, അല്ലെങ്കിൽ അതിന് പിന്നാലെ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണമാണ് ഇന്നു മുതൽ ആരംഭിക്കാൻ പോകുന്നത്. നോർത്ത് സോൺ IG അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് തന്നെ കരൂരിലെത്തും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കോടതി പോലീസിനെ വിമർശിച്ചതിന് ശേഷവും പറഞ്ഞത് ഈ കരൂർ പോലീസ് എത്രയും വേഗം ഈ അന്വേഷണ സംഘത്തിന് ഈ വിവരങ്ങളൊക്കെ കൈമാറണം എന്നുള്ളതാണ്. നിലവിലെ അന്വേഷണ റിപ്പോർട്ടും ഒപ്പം തന്നെ മറ്റ് അനുബന്ധ രേഖകളും തെളിവുകളും ഒക്കെ കൈമാറണം എന്നുകൂടി അറിയിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ഈ സംഘം ഇവിടെ എത്തി അന്വേഷണം ആരംഭിക്കുമെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്നലെ രാത്രിയാണ് ഈ TVK ജനറൽ സെക്രട്ടറി N. ആനന്ദിൻ്റെയും നിർമ്മൽകുമാറിൻ്റെയും ഒക്കെ ജാമ്യ ഹർജി തള്ളിയത്. അവരൊക്കെ ഒളിവിലാണെന്ന് പറയുമ്പോഴും ഇപ്പോഴും പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഇവരെയൊക്കെയും അറസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. അതായത് TVKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 നേതാക്കളിൽ 2 പേരെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. അതിനപ്പുറത്തേക്ക് വിജയ്ക്കെതിരെ കേസ് വേണമോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ ഇനി അന്വേഷണത്തിൻ്റെ ഏത് ഘട്ടത്തിലും വിജയെ ചോദ്യം ചെയ്യാനും വിജയ്ക്കെതിരെ കേസെടുക്കാനും ഒക്കെ സാധ്യതയുണ്ട്. സത്യത്തിൽ ഇത് DMK സർക്കാർ അവരുടെ ഒരു വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്നലെ കോടതിയിൽ പോലീസിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ നേരിട്ട് ആദ്യം പോയി വിജയെ അറസ്റ്റ് ചെയ്യുക, വിജയ്ക്കെതിരെ കേസെടുക്കുക എന്നാൽ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയും. അവിടെ BJP ഒരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് ശ്രമിക്കും. ഇതൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അത് DMK യോഗത്തിൽ മുന്നോട്ട് വെച്ച വാദങ്ങൾ. പക്ഷേ ഇപ്പോൾ കോടതിയുടെ പരാമർശം വിജയ്ക്കെതിരായിരിക്കും, അതിരൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു. ഇതെന്ത് നേതാവാണ് എന്ന് കോടതി ചോദിക്കുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഗെയിൻ കൂടിയാണ്, രാഷ്ട്രീയ നേട്ടമാണ്. അതിനപ്പുറത്തേക്ക് ഇനി കേസെടുത്തു കഴിഞ്ഞാൽ കോടതി പരാമർശവും ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലാണ് എന്നുള്ള തരത്തിലൊക്കെ ആ കാര്യങ്ങൾ പോകുമ്പോൾ കൂടുതൽ പ്രതിരോധത്തിലേക്ക് വിജയ് പോകും. എന്തായാലും എത്രയും വേഗം കരൂരിലെത്താനാകും വിജയ് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് ഇന്നലെ തന്നെ അദ്ദേഹം പാർട്ടി നേതാക്കളോടൊക്കെ സംസാരിച്ചിരുന്നു. ഇന്നും പാർട്ടി നേതാക്കളുടെ യോഗം ഓൺലൈനായി ചേരും. വിജയ് അദ്ദേഹത്തിന്റെ നീലാങ്കരയിലെ വീട്ടിലുണ്ട്. അപ്പോൾ അതിനുശേഷമാകും ഇനി TVKയുടെ ഭാവി പരിപാടി തീരുമാനിക്കുക. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ നിർണായകം തന്നെയായിരിക്കും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.